പാരഡിഞ്ഞു വീടിയാണെന്ന് സൗണ്ട് കേട്ടിട്ട് ഭൂമികുലുക്കാന്ന് നിങ്ങൾ ആദ്യം വിചാരിച്ചത്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം നടന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് പുറകിൽ കാണുന്ന ഈ പാടത്താണ് ഇവിടെ തിരുവമ്പാടിയുടെ പടക്ക നിർമ്മാണശാല പ്രവർത്തിച്ചിരുന്നത്. ഇവിടെ ഇപ്പോഴും വെടിക്കോപ്പുകൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സിന് തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും ഈ ഒരു റിപ്പോർട്ട് ഇവിടെ നിന്ന് ചെയ്യുന്ന സമയത്തും പുറകിൽ നിന്ന് വെടിപ്പൊട്ടുന്നതിൻ്റെയും അതുപോലെ തന്നെ തീ ഉയരുന്നതിൻ്റെയും ശബ്ദവും മറ്റും ഇവിടെ നിന്ന് കാണാവുന്നതാണ്. തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടി വെടിക്കോപ്പുകൾ നിർമ്മിക്കുന്ന മുണ്ടത്തിക്കോട് സതീഷിന്റെ നേതൃത്വത്തിലുള്ള പടക്ക നിർമ്മാണശാലയ്ക്കാണ് ഇപ്പോൾ തീ പിടിച്ചിരിക്കുന്നത്. ഞാൻ കിടന്നുറങ്ങായിരുന്നു. അപ്പോഴാണ് പാരഡിഞ്ഞു വീടിയാണെന്ന് സൗണ്ട് കേട്ടിട്ട് മണ്ണൊക്കെ തട്ടിട്ട പേരാണ്. അപ്പോൾ മണ്ണ് കത്തി വീണു. അപ്പോഴാണ് ചാടിയാണെന്ന് അപ്പോൾ നോക്കിയപ്പോൾ പുറത്താകെ സൗണ്ട്. പെട്ടെന്ന് വണ്ടികളൊക്കെ സ്ട്രക്കായി, വണ്ടി റോട്ടിലേക്ക് നിന്ന്. അങ്ങനെ നോക്കിയപ്പോൾ എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ സംശയം തോന്നിയപ്പോൾ ഇവിടെ ആവും തോന്നി. അങ്ങനെ ഞങ്ങൾ പോകുന്നത് ചുറ്റോറും വീടുകൾക്ക് ചില്ല് പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞത് എല്ലാ ആൾക്കാരും. ഭൂമികുലുക്കാന്ന് നിങ്ങൾ ആദ്യം വിചാരിച്ചത്. അവിടെ വന്നപ്പോഴാണ് ഇതൊക്കെ അറിയണേ. ഒരുവിധം എല്ലാ വീടുകൾക്കും നമ്മുടെ അവിടെ ഉള്ളവർക്കൊക്കെ എല്ലാവർക്കും എല്ലാ വീടുകളും 2:20 ശേഷമാണ് ഈ പൊട്ടിത്തെറി കേട്ടതെന്നാണ് സമീപവാസികൾ പറഞ്ഞത്. അതിനുശേഷമാണ് ഞങ്ങളിവിടെ എത്തിയത്. രാവിലെ ഇവിടെ ഉള്ളവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിച്ചത് 35-40 അടുത്ത് പേര് ഇവിടെ രാവിലത്തെ ഫുഡ് കഴിക്കാനുണ്ടായിരുന്നു എന്ന് പറയുന്നു. എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ അവിടേക്ക് മുഴുവൻ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. ഫയർഫോഴ്സ് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്പോട്ടിലേക്ക് തിരയണം എന്നുണ്ടെങ്കിൽ മുഴുവൻ കത്തി തീർന്നിട്ട് മാത്രമേ സാധിക്കുള്ളൂ.